പുനലൂർ നഗരസഭയുടെ 2013-2014 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ലൈവ് വാർത്തയുടെ പൊതുരംഗത്തെ ഗുണപരമായ ഇടപെടലിനുള്ള അംഗീകാരം കൂടിയായി. പലപ്പോഴായി ലൈവ് വാർത്ത ഉയർത്തിക്കൊണ്ടുവന്ന വിവിധ വികസന പരിസ്ഥിതി പ്രശ്നങ്ങൾ ബജറ്റ് പരിഗണിച്ചിട്ടുണ്ട്. പുനലൂരിന്റെ പ്രധാന ജലസ്രോതസ്സും കല്ലടയാറിന്റെ നഗരത്തിലെ പ്രധാന കൈവഴിയുമായ വെട്ടിപ്പുഴത്തോടിന്റെ പുനരുദ്ധാരണമാണ് ഏറ്റവും പ്രധാനം. തോടിന്റെ ശുദ്ധീകരണത്തിനും പുനരുദ്ധാരണത്തിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭയിലെ വിവിധ വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പലപ്പോഴായി ലൈവ് വാർത്ത വലിയ ഗൌരവത്തോടെ അധികൃതരുടെ ശ്രദ്ധയിലെത്തിച്ചിരുന്നു. പ്രകൃതിദത്ത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്നുള്ള വാട്ടർഷെഡ് പദ്ധതിയും ലൈവ് വാർത്തയുടെ ജലസംരക്ഷണ പോരാട്ടത്തിനുള്ള മറുപടിയായി. പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക, യാത്രക്കാരുടെ സൌകര്യാർത്ഥം കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുക, റെയിൽവേ ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക തുടങ്ങി ബജറ്റ് പരിഗണിച്ചതിൽ ലൈവ് വാർത്ത ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ ഏറെയാണ്. ശ്രീരാമപുരം മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയും അശാസ്ത്രീയവും അനാരോഗ്യകരവുമായ അവസ്ഥയിൽ നിലകൊള്ളുന്ന ഇവിടത്തെ സ്ലോട്ടർ ഹൌസും പലതവണ അധികൃതരുടെയും ജനത്തിന്റെയും ശ്രദ്ധയിലെത്തിച്ചിരുന്നു. മാർക്കറ്റ് അന്താരാഷ്ട്ര നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിനും സ്ലോട്ടർ ഹൌസ് ആധുനികവത്കരിക്കുന്നതിനുമാണ് ബജറ്റ് തുക വകയിരുത്തിയിരിക്കുന്നത്. മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് റേഞ്ച് ഓഫീസ് ഉടൻ ഇവിടെ നിന്ന് മാറ്റും. ചെമ്മന്തൂരിൽ പുതിയ കെട്ടിട നിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തീകരിക്കാനും തുകയുണ്ട്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ജലം, പരിസ്ഥിതി എന്നിവയുടെ സംരക്ഷണത്തിനും ബജറ്റിൽ തുക വകകൊള്ളിച്ചിട്ടുണ്ട്. ഈ ബജറ്റ് വർഷം കണ്ടൽ ചെടികൾ, ഫലവൃക്ഷങ്ങൾ, തണൽ മരങ്ങൾ എന്നിവ സൌജന്യമായി വിതരണം ചെയ്യാനും പദ്ധതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.